നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് കാണുന്നത് മാനസിക സമ്മർദ്ദം, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, ഭയം തുടങ്ങിയ സാഹചര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അവയുമായി പോരാടുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഉള്ളതെന്നാണ്. അതായത് ഇവിടെ രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ നിങ്ങൾ പലതും ചിന്തിച്ച് കൂട്ടുകയാണ്. ഇനി എന്ത് ചെയ്യും എന്നുള്ള ആശങ്ക, ഭയം ഇവയൊക്കെ നിങ്ങളെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ പുറമേ വളരെ ശാന്തമായിട്ടുള്ള ശരിയായ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് തോന്നുമെങ്കിലും രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് വളരെയധികം ഭാരമേറിയതാണെന്നുള്ളതാണ്. ഒരുപക്ഷെ പാസ്റ്റിൽ സംഭവിച്ച എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുറ്റബോധം, അതായത് ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, പലതും തെറ്റായിപ്പോയി, അതുപോലെ തന്നെ ഞാൻ മൂലം അവരുടെ മനസ്സ് വേദനിച്ചു എന്നിങ്ങനെയൊക്കെയുള്ള ഒരു കുറ്റബോധമായിരിക്കാം നിങ്ങളിൽ ഉള്ളത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മോശം വാക്കുകളാൽ നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയമായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ടൊന്നിനും സാധിക്കില്ല എന്നുള്ള ഒരു നിരാശ, നിങ്ങൾ നിങ്ങളെ സ്വയം വില കുറച്ച് കാണുന്ന, അപ്പോൾ അത്തരത്തിലൊക്കെ പല വിധത്തിലുള്ള ചിന്തകളാൽ നിങ്ങളുടെ ആ ഒരു മനസ്സ് കലങ്ങി മറിയുന്ന, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾ അനാവശ്യമായിട്ട് പലതും ചിന്തിച്ച് കൂട്ടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നിങ്ങളിൽ ഇപ്പോഴും ഒരു ആത്മവിശ്വാസം പൂർണ്ണമായിട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം ഒരു പുതിയ അധ്യായത്തിലേക്ക് പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതായത് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ ഇനി പതിയെ പതിയെ മുന്നോട്ട് നീങ്ങുന്നതാണ്. പുതിയ ചിന്തകൾ, പുതിയ അവസരങ്ങൾ, പുതിയ വ്യക്തികൾ ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ്. അതായത് നിങ്ങളിലെ എല്ലാ തരത്തിലുമുള്ള മാനസിക ബുദ്ധിമുട്ടുകളും അവസാനിച്ച് ഭാഗ്യം നിങ്ങളുടെ വഴിക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ നേരിടുന്നത് നിങ്ങളുടെ കർമ്മയായിരിക്കാം. എന്നാൽ അതിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. മറഞ്ഞിരിക്കുന്ന ഏതോ ഒരു ശക്തി നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി തന്നെ ആയിരിക്കാം. ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ദിശയിലേക്കാണ് നിങ്ങൾ മാറുന്നത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ പലതും ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളിലെ ദേഷ്യം, ഭയം, ആശങ്ക, സങ്കടം ഇവയൊക്കെ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. നിങ്ങളിൽ ക്ഷമ, ശാന്തി ഇവയൊക്കെ വേണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ തോന്നുന്നുണ്ട്. അതായത് ശാന്തമായിട്ടും സ്ഥിരതയോടെയും കാര്യങ്ങളെ സമീപിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇവിടെ വീണ്ടും നെഗറ്റീവ് എനർജിയുടെ പിടിയിലിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ ചില മോശം വ്യക്തികളുടെ പിടിയിലായിരിക്കാം നിങ്ങളുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ദുശ്ശീലങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ ഭയം, പഴയകാല ഓർമ്മകൾ, കൂടാതെ നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ചില ബന്ധങ്ങളിൽ, സാഹചര്യങ്ങളിലൊക്കെ മനസ്സോടെ നിൽക്കേണ്ടി വരിക. അത്തരത്തിൽ തീർത്തും മുന്നോട്ട് പോവാനായിട്ട് കഴിയാതെ നെഗറ്റീവ് എനർജി നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അതിനെയൊക്കെ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കാം. പക്ഷേ വിടാൻ പറ്റാത്ത രീതിയിൽ അത് നിങ്ങളെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്,
നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ നിങ്ങൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. ആ ചങ്ങലയെ പൊട്ടിച്ചു മാറ്റാനുള്ള ആ ഒരു ശക്തി അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നാണ്. ഇവിടെ തീർച്ചയായിട്ടും സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് നോക്കി കാണുന്ന ആളുകളെ കാണുന്നുണ്ട്. അതായത് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ പല ആളുകളിലും ഇപ്പോൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ പുതിയ തീരുമാനങ്ങൾ, പുതിയ പ്ലാനുകൾ, പുതിയ വഴി ഇവയൊക്കെ കണ്ടെത്തണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ വിദേശത്തേക്ക് പോകണം, നിങ്ങളുടെ നിലവിലെ ജോലിയിൽ ഒരു മാറ്റം വേണം, ബന്ധങ്ങളിൽ മാറ്റം വേണം, കൂടാതെ നിങ്ങളുടെ മാനസിക നിലയിൽ ഒരു മാറ്റം വരുത്തണം. അത്തരത്തിൽ നിങ്ങളിൽ പല ആളുകളും പുതിയ ഒരു ദിശയിലേക്ക് നീങ്ങാനായിട്ട് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് കൂടുതൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അത്തരമൊരു ചിന്ത നിങ്ങളിൽ പലരിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവ് എനർജിയുടെ പിടി, അതുപോലെ തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പാസ്റ്റിലെ ഓർമ്മകൾ, ചില ആശങ്കകൾ, ഭയം ഇവയൊക്കെ അവസാനിച്ച് പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ചിലത് അവസാനിച്ച് അവിടെ മറ്റ് ചില പുതിയ നല്ല തുടക്കങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് തെറ്റും ശരിയുമൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ സത്യം മറ്റുള്ളവർക്ക് ഈ ഒരു സമയം ബോധ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. സത്യസന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കുന്നതാണ്. പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികളുടെ ഫലം നിങ്ങൾക്ക് വന്ന് ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വ്യക്തവും സത്യസന്ധവുമായ വഴിയിലൂടെ വളരെ പക്വതയോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.